ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ലോഹയുഗത്തെ കുറിച്ചാണ്, മെറ്റൽ ഏജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു? സ്റ്റോൺ ഏജിന്റെ സ്റ്റെപ്സിനെ കുറിച്ചായിരുന്നു, അതിന്റെ ഏജസിനെ കുറിച്ചായിരുന്നു. 3 ഡിവിഷൻസ് ഉണ്ട് സ്റ്റോൺ ഏജിന്, ശിലായുഗത്തിന് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് ആ ഒരു സ്റ്റേജസ് എന്ന് മക്കള് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പ് പറഞ്ഞേ, 3 ഏജസിന്റെ പേര് പറഞ്ഞേ. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ് അല്ലേ. സെക്കൻഡ് വൺ ഏതാണ്? മധ്യശിലായുഗം, മെസോലിത്തിക് ഏജ്. ആൻഡ് തേർഡ് വൺ ഏതാണ്? പറഞ്ഞേ, നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത യുഗമാണ് ലോഹയുഗം അല്ലെങ്കിൽ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് പോയാലോ. ഇറ്റ് ഈസ് മെറ്റൽ ഏജ്. ഓക്കെ, മെറ്റൽ ഏജ് എന്ന് പറയുമ്പോ ആളുകള് മെറ്റൽ യൂസ് ചെയ്തിട്ട് അല്ലെ കോയിൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കാലഘട്ടമാണ് കേട്ടോ മെറ്റൽ ഏജ് എന്ന് പറയുമ്പോൾ. മെയിൻലി മാർക്കറ്റ് ഒക്കെ വാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു പീരീഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് മെറ്റൽ ഏജ് കൊണ്ട് വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ, സവിശേഷതകൾ എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അല്ലേ, ഇപ്പൊ സ്റ്റോണിന് പകരം നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്യുന്ന കാലഘട്ടം ആയി എന്നാണ് പറയുന്നത് മെറ്റൽ സ്റ്റേജിൽ അല്ലെ. അപ്പൊ മെറ്റൽ സ്റ്റേജിൽ നമ്മൾ ലോഹങ്ങളാണല്ലോ യൂസ് ചെയ്യുന്നത്, സ്റ്റോൺ ടൂൾസ് അല്ല അല്ലെ. ആ ഒരു മാറ്റങ്ങൾ, സ്റ്റോണിൽ നിന്ന് മെറ്റലിലേക്ക് വന്ന ഒരു ചേഞ്ച് ആണ് മെറ്റൽ ഏജിൽ കാണാൻ പറ്റുന്നത് അല്ലെ. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യൻ ലോകയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇറ്റ് ബിഗെയിൻ when humans started using metals instead of stone is called as what? എന്താണ്? അതിനെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്നോ ലോഹയുഗം എന്നോ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലത്തെയാണ് ലോഹയുഗം എന്ന് പറയുന്നത് കേട്ടോ. സാങ്കേതിക വിദ്യയിലെ ടെക്നോളജിയില് വലിയ അഡ്വാൻസ്മെന്റ്, വലിയ പുരോഗതിയാണ് മനുഷ്യൻ നേടിയത്. അത് നമുക്ക് ഏത് കാലത്ത് കാണാം? ഈ ഒരു ലോഹയുഗത്തിൽ അല്ലെങ്കിൽ മെറ്റൽ ഏജിൽ നമുക്ക് കാണാമെന്നാണ് കേട്ടോ പറയുന്നത്. ദിസ് ഏജ് ക്ലിയർലി റിഫ്ലെക്ട്സ് ഹ്യൂമൻ പ്രോഗ്രസ് ഇൻ ടെക്നോളജി. ഓക്കെ, സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ കൊണ്ടുവന്ന വലിയ മാറ്റങ്ങള് നമുക്ക് ഈ ഒരു ഏജില് ലോഹയുഗത്തില് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് ഏജ് ഓഫ് മെറ്റൽസ്. ആളുകള് മെറ്റൽസ് യൂസ് ചെയ്ത് പല മെറ്റൽ ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ ഒരു പ്രൊഡക്ഷൻ സെന്റർ പോലെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ ഈ ഒരു പിക്ചറില്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? മക്കൾക്കറിയോ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? The first metal used by human is ഏതാണ്? ചെമ്പാണ് അല്ലെ, കോപ്പർ ആണ്. ഓക്കെ, it is copper was the first metal that is used by humans. Okay, next. പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. എങ്ങനെയാണ് ഈ ഒരു ചെമ്പ് ഉപയോഗിച്ച്, നാച്ചുറലി കിട്ടുന്ന ഈ ഒരു ചെമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഉപകരണങ്ങളും ടെക്നോളജി യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മനുഷ്യന് ആ ഒരു കഴിവ് കൈവരിച്ച ഒരു ഏജും കൂടെയാണ് മെറ്റൽ ഏജ് എന്ന് പറയുന്നത് അല്ലെ. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻസ് ലേൺഡ് ദ ടെക്നിക് ഓഫ് ടേണിംഗ് ദ റോ കോപ്പർ ഇൻടു വെപ്പൺസ് ആൻഡ് ടൂൾസ് ഇസ് നോൺ ആസ് വിച്ച് ഏജ്? മെറ്റൽ ഏജ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചെമ്പ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നൊക്കെ മനുഷ്യൻ കൈവരിച്ച ഒരു യുഗം അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റൽ ഏജ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഓക്കെ, വാട്ട് അബൌട്ട് നെക്സ്റ്റ് സ്ലൈഡ്. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ് ആദ്യകാല കാർഷിക ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ചേറ്റൽ ഹുയൂക്ക്. എവിടെയുള്ളതാണ് ചേറ്റൽ ഹുയൂക്ക് എന്ന് പറയുന്ന അഗ്രേറിയൻ വില്ലേജ്? തുർക്കിയിലുള്ളതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ചയോനു. ചയോനു എന്ന് പറയുന്നത് വടക്കൻ സിറിയയിലുള്ള ഒരു അഗ്രേറിയൻ വില്ലേജ് ആണ്.
നെക്സ്റ്റ് അലിക്കോഷ് എന്ന് പറയുന്നത് ഇറാനിലുള്ള ഒരു അഗ്രേറിയൻ വില്ലേജ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. എവിടെ നിന്നൊക്കെയാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് മക്കളെ? പറഞ്ഞേ. ഇറ്റ് ഈസ് ചാദൽ ഹുയൂക്ക് എന്ന് പറയുന്ന അഗ്രേറിയൻ വില്ലേജ് ഏത് കൺട്രിയിലുള്ളതാണ്? ടർക്കി. ഓക്കെ. ചയാനു എന്ന് പറയുന്ന അഗ്രേറിയൻ വില്ലേജ് ഏത് കൺട്രിയിലുള്ളതാണ്? വടക്കൻ സിറിയ. ആൻഡ് വാട്ട് അബൌട്ട് അലിക്കോഷ് അഗ്രേറിയൻ വില്ലേജ്? ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഇറാൻ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ ഒരു അഗ്രേറിയൻ വില്ലേജിൽ നിന്നാണ്, ഇത്തരത്തിലുള്ള കൃഷി ഗ്രാമങ്ങളിൽ നിന്നാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദ പ്രസൻസ് ഓഫ് കോപ്പർ was found in the early agrarian villages of Çatalhöyük. Çatalhöyük is in Turkey. Okay. And Kayanu, it is in northern Syria. And Alikosh is in ഇറാൻ. ഓക്കെ. മക്കൾക്ക് മനസ്സിലായില്ലേ? കോപ്പർ പ്രസൻസ് ഏതൊക്കെ സ്ഥലത്താണ് കണ്ടത്? മക്കൾ തന്നെ പറഞ്ഞേ. ഓരോന്നായിട്ട് മക്കൾ ആലോചിച്ച് പറഞ്ഞേ. ഇറ്റ് ഈസ് Çatalhöyük in Turkey and Kayanu in northern Syria and Alikosh is in Iran. Okay. Clear ആയില്ലേ മക്കൾക്ക്? നെക്സ്റ്റ് വൺ. BCE 7000 ആണ് ഇതിന്റെ കാലമായി കണക്കാക്കുന്നത്. ഈ ഒരു മെറ്റൽ ഏജിന്റെ കാലം എന്ന് പറയുന്നത് എപ്പോഴാ മക്കളെ? BCE 7000 ആണ് കേട്ടോ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ദിസ് മെറ്റൽ ഏജ് അറൌണ്ട് 7000 BCE എന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ. ഇറ്റ് ഈസ് the metal age to have existed around 7000 BCE. Okay. Next. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെറ്റൽ ഏജിന്റെ ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചാണ്. എന്താണ് കാൽക്കോലിത്തിക് ഏജ്? താമ്രശിലായുഗത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിന്റെ ഫസ്റ്റ് പോയിന്റ്, അതിന്റെ സവിശേഷതകൾ എന്താണ്? താമ്രശിലായുഗം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മക്കളെ. ശിലായുഗത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതല്ലേ? സ്റ്റോൺ ഏജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലാ ആയുധങ്ങൾ ഉപയോഗിച്ചില്ല. നമ്മളിപ്പോ മെറ്റൽ ഏജ് ലോഹയുഗം വന്നപ്പോ ചെമ്പ് ഉപകരണങ്ങളായി യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചോ മനുഷ്യര്? ഇല്ല അല്ലെ? ഓക്കെ. കാൽക്കോലിത്തിക് ഏജ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് സ്റ്റോൺ ഏജ്. അപ്പോ കോപ്പർ ടൂൾസും സ്റ്റോൺ ടൂൾസും ഒരേ രീതിയിൽ യൂസ് ചെയ്യുന്ന ഘട്ടത്തിന് നമ്മൾ എന്ത് പറയാം മക്കളെ? ഇറ്റ് ഈസ് താമ്രശിലായുഗം എന്നോ കാൽക്കോലിത്തിക് ഏജ് എന്നോ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ. ഇറ്റ് ഈസ് where the copper tools and stone tools were used in same manner in Chalcolithic age എന്ന് നമുക്ക് പറയാം അല്ലേ? ഇന്ന് നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ്. ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ നമ്മൾ താമ്രശിലായുഗം എന്നാണ് വിളിക്കുന്നത്. ടീച്ചർ പറഞ്ഞ കാര്യമാണ് അല്ലെ? ഇറ്റ് ഈസ് എ പീരീഡ് വെയർ കോപ്പർ ടൂൾസ് വെയർ യൂസ്ഡ് അലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ് ഈസ് ടേംഡ് ആസ് വാട്ട്? കാൽക്കോലിത്തിക് ഏജ്. ഓക്കെ. അപ്പോ ഈ ഒരു ടൈമിലാണ് ആളുകൾ സ്റ്റോൺ ടൂൾസും കോപ്പർ ടൂൾസും ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഈ ഒരു പിക്ചറൈസേഷൻ കണ്ടാൽ മക്കൾക്ക് മനസ്സിലാവും. ആ ഒരു ഏജിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് കേട്ടോ. അപ്പോ ഇന്ത്യയിലെ ഈ താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കിയാലോ? ഇന്ത്യയിൽ രാജസ്ഥാൻ അല്ലെങ്കിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഇൻ ഇന്ത്യ many remains of Chalcolithic age are found in which all state? It is Rajasthan, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു താമ്രശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? മക്കൾ പറഞ്ഞേ. ഇറ്റ് ഈസ് രാജസ്ഥാൻ, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഓക്കെ. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ഏജ് ആണ് മക്കളെ? നമ്മൾ ലോഹയുഗത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ചാണ്. ലോഹയുഗം എന്ന് പറയുമ്പോൾ കോപ്പർ യൂസ് ചെയ്ത ടൈം. കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? താമ്രശിലായുഗം എന്ന് പറയുമ്പോൾ എന്താണ്? ശിലാ ഉപകരണങ്ങളും ചെമ്പ് ഉപകരണങ്ങളും ഒരേ രീതിയിൽ ഉപയോഗിച്ച്
ഏജിനെയാണ് നമ്മൾ താമ്രശിലായുഗം അല്ലെങ്കിൽ കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഏജ് ഓഫ് മെറ്റൽ ഏജ് ഇറ്റ് ഈസ് ബ്രോൺസ് ഏജ്. വെങ്കല ശിലായുഗത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെങ്കല യുഗത്തെ കുറിച്ചാണ്. നമ്മൾ ശിലായുഗം കഴിഞ്ഞു, ഇനി വെങ്കല യുഗം. ഓക്കെ, എന്താണ് വെങ്കല യുഗം എന്ന് നോക്കിയാലോ? വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ്. ഓക്കെ, നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള വിവരണമാണിത്. ആളുകൾ മോഡേൺ ലൈഫിലേക്ക് കാലെടുത്തു വെച്ച ഒരു യുഗമായിരുന്നു എന്ത് മക്കളെ? വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് അല്ലെ. ദിസ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹ്യൂമൻസ് എൻട്രി ഇൻ ടു ഏർബൻ ലൈഫ്. നമുക്ക് കാണാൻ കഴിയുന്നത്, ആ ഒരു കാൽവെപ്പ് കാണാൻ കഴിയുന്ന ഒരു ഏജ് ആയിരുന്നു എന്ത് മക്കളെ? ഇറ്റ് ഈസ് വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ്. ഇറ്റ്സ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് എ മോഡേൺ ഏജ്. ഓക്കെ, അതാണ് വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ്, ബ്രോൺസ് ഏജിന്റെ വെങ്കല യുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇറ്റ് ഈസ് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. എന്താ മക്കളെ? ഒരു പ്രദേശത്ത് ആളുകൾ തിങ്ങിപ്പാർക്കുന്നു അല്ലെ. When a region comes to be densely populated, പിന്നെയോ പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളിൽ വിവിധ തരം കൈത്തൊഴിലുകൾ ചെയ്യുന്നവരായിരുന്നു. Where the majority earned their means of living through non-agrarian activities. എന്ന് വെച്ചാൽ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് അല്ലാതെ കൃഷിയേതര പ്രവർത്തനങ്ങളല്ല മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരായിരുന്നു ഈ ഒരു ബ്രോൺസ് ഏജിൽ കൂടുതൽ എന്ന് പറയുന്നത്. എന്തൊക്കെ തൊഴിലുകള്? ക്രാഫ്റ്റ് അല്ല, എന്തൊക്കെയാണ്? കരകൗശല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവര്, കൈത്തൊഴിലുകൾ ചെയ്യുന്നവര്, കച്ചവടം ചെയ്യുന്നവരായിരുന്നു അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഒരു വിശേഷങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ ഒരു വെങ്കല യുഗം എന്ന് പറയുന്നത് അല്ലെ, ബ്രോൺസ് ഏജ്. ഓക്കെ, പിന്നെ ഇപ്പൊ സിറ്റി എന്ന് വെച്ചാൽ മോഡേൺ ഏജ് പറയുമ്പോൾ വൈഡ് സ്ട്രീറ്റ് ഉണ്ടാവും, പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടാവും, ബിസി ലൈഫ് എല്ലാം ഉണ്ടാവും അല്ലെ. അതൊക്കെ ഒരു അർബൻ ലൈഫ് അല്ലെങ്കിൽ അർബനൈസേഷൻ, നാഗരികതയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ വെങ്കല യുഗത്തിലാവുമ്പോൾ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ജനങ്ങള് തിങ്ങിപ്പാർക്കാൻ തുടങ്ങി, ഡെൻസ്ലി പോപ്പുലേറ്റഡ് അല്ലെ. അർബനൈസേഷന്റെ സിമ്പിൾസ് ആണ് അല്ലെ. ഇത് കൃഷിയല്ലാതെ ആളുകൾ എന്തൊക്കെ തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങി? ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ കാർഷികേതര പ്രവർത്തനങ്ങളായിട്ടുള്ള വിവിധ തരം കൈത്തൊഴിലുകളും കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം എല്ലാം ചെയ്യാൻ തുടങ്ങി അല്ലെ. ഇറ്റ് ഈസ് മെജോറിറ്റി ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് ലൈക്ക് ക്രാഫ്റ്റ്, ട്രേഡ്, വൈഡ് സ്ട്രീറ്റ്, പബ്ലിക് ബിൽഡിങ്സ് ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ് ആൻഡ് ബിസി ലൈഫ് എല്ലാം എൻഗേജ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് ബ്രോൺസ് ഏജിന്റെ ഒരു സവിശേഷത. ഇത് വെങ്കല യുഗത്തിൽ ആളുകൾ അതിന്റെ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പിക്ചറൈസേഷൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് ആളുകൾ എന്തൊക്കെയാണ് പലതരത്തിലുള്ള കാർഷികേതര പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു നമ്മൾ പറഞ്ഞല്ലോ, കൈത്തൊഴിലുകൾ. അതാണ് കേട്ടോ ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഈ ഒരു വെങ്കല യുഗത്തിനോടൊപ്പം മോഡേൺ ഏജ് തുടങ്ങി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾ, ബിസി ലൈഫ്, അർബനൈസേഷൻ തുടക്കത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വെങ്കല യുഗത്തോടൊപ്പം രൂപപ്പെട്ട ഒരു സംസ്കാരം എന്തായിരുന്നു? അതാണ് വെങ്കല യുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. Okay, the Harappan civilization in India belongs to this Bronze Age. ഈ ബ്രോൺസ് ഏജിലാട്ടോ ഹാരപ്പൻ സംസ്കാരം ഉണ്ടായത്. പിന്നെയോ ഹാരപ്പ അല്ലെങ്കിൽ മോഹൻജൊദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്, വീടുകൾ, തെരുവ് വീതികൾ, അയക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഈ ഒരു അർബനൈസേഷൻ കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ്? സിറ്റീസ് ലൈക്ക് ഹാരപ്പൻ, മോഹൻജൊദാരോ, ലോഥൽ എക്സെട്ര, ദ വെൽ പ്ലാൻഡ് പബ്ലിക് ബിൽഡിങ്സ് ഒക്കെ ഈ ഒരു ബ്രോൺസ് ഏജിൽ വന്നതാണ് കേട്ടോ. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, പിന്നെ ഗ്രേറ്റ് ബാത്ത്, പൊതു കുളങ്ങള് അല്ലെ, വലിയ കുളങ്ങള്, ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രെയിനറീസ്, presence of various type of craft and trade is the features of urbanization in Bronze Age എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ സിറ്റീസ് ആണ് ഈ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്തത്? മക്കള് പറഞ്ഞേ ഓരോന്നായിട്ട്. ഹാരപ്പ, മോഹൻജൊദാരോ,
ലോതൽ. പിന്നെ ആളുകൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് തിങ്സ് ആയിരുന്നു അവിടെ ഡെവലപ്പ് ചെയ്തിരുന്നത്? ഗ്രേറ്റ് ബാത്ത്, വെൽ പ്ലാൻഡ് പബ്ലിക് സ്പേസസ്, ഡ്രെയിനേജ് സിസ്റ്റം, സ്ട്രീറ്റ്, presence of various type of craft and trade. ഇതൊക്കെ ബ്രോൺസ് ഏജിന്റെ ഫീച്ചേഴ്സ് ആണെന്ന് മക്കള് ഓർക്കണം. ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് സിന്ധു റീജിയൻ അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കാരണം അതാണ്. ഓക്കെ ഇതെന്ന് വെച്ചാൽ വെങ്കല യുഗത്തിൽ വന്നാണ് അർബനൈസേഷൻ തുടങ്ങിയപ്പോഴാണ് ഹാരപ്പൻ സംസ്കാരം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനെ എന്താണ് ഒന്നാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. എന്താണ്? ഫസ്റ്റ് സിന്ധു റീജിയൻ അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നും മക്കള് മനസ്സിലാക്കണം. ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് മക്കളെ? മെറ്റൽ ഏജ് ആണ് അല്ലെ. മെറ്റൽ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോഹയുഗം അല്ലെ. ലോഹയുഗത്തെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ ഈ ഒരു മെറ്റൽ ഏജ് എന്ന് പറയുമ്പോൾ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മെറ്റൽ ഏതാണ്? ഫസ്റ്റ് ലോഹം, ആദ്യത്തെ ലോഹം ഏതായിരുന്നു? ആളുകൾ യൂസ് ചെയ്ത പ്രകൃതിദത്തമായി കിട്ടിയ ചെമ്പായിരുന്നു അല്ലെ. കോപ്പർ, ചെമ്പ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻ അല്ലെ. ആളുകൾ യൂസ് ചെയ്ത ഫസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ചെമ്പ് അല്ലെ, കോപ്പർ ആയിരുന്നു അല്ലെ. മെയിൻലി ഈ ഒരു കോപ്പറിന്റെ ഇതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണപ്പെട്ടത്? രാജസ്ഥാൻ, മധ്യപ്രദേശ് അല്ലെ. ദ പ്രസൻസ് അല്ലെ ഈ ഒരു കോപ്പറിന്റെ സാന്നിധ്യം, ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് എവിടൊക്കെയായിരുന്നു? പ്രസൻസ് ഓഫ് കോപ്പർ is found in അല്ലെ. ഈ ഒരു കോപ്പറിന്റെ പ്രസൻസ് എവിടൊക്കെയാണ് കണ്ടെത്തിയത്? നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അല്ലെ കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ അത് പറഞ്ഞു. പിന്നെ ഈ ഒരു കോപ്പറിന്റെ പ്രസൻസ് എവിടൊക്കെയാണ് കണ്ടെത്തിയത്? ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് കോപ്പർ. ഇറ്റ് ഈസ് കാദൽ ഹുയൂക്ക് അല്ലെ. കാദൽ ഹുയൂക്ക് ടർക്കിയില്, കാദൽ ഹുയൂക്ക്, കയോനു അല്ലെ, അങ്ങനെയുള്ള അലിക്കോഷിലൊക്കെയാണ് അല്ലെ. അല്ലെ ഫൗണ്ട് ഇൻ കാദൽ. ഇറ്റ് ഈസ് കാദൽ ഹുയൂക്ക്, ടർക്കിയിലുള്ള കേവ് സെന്റർ ആയിട്ടുള്ള കാദൽ ഹുയൂക്ക് ടർക്കിയിലുള്ളതാണ്. പിന്നെ ഹലിക്കോഷ് എന്നുള്ള കേവ് സെന്റേഴ്സിലൊക്കെയാണ് കോപ്പറിന്റെ പ്രസൻസ് കണ്ടെത്തിയത്, സാന്നിധ്യം കണ്ടെത്തിയത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത അനദർ ഇതെന്ന് പറയുന്ന കാൽക്കോലിത്തിക് ഏജ് ആണ് കേട്ടോ. എന്താണ് കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ? കോപ്പർ ടൂൾസും ഒക്കെ അല്ലെ. കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ താമ്രശിലായുഗം അല്ലെ. കാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം. ഈ ഒരു ശിലായുഗത്തിലാണ് എന്ത്? കോപ്പർ അല്ലെ, ചെമ്പ് ഉപകരണങ്ങളും കല്ലുപകരണങ്ങളും യൂസ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. കോപ്പർ ആൻഡ് stone tools were used. ഓക്കെ പിന്നെ ഇതിന്റെ പ്രസൻസ്, ഈ ഒരു കാൽക്കോലിത്തിക് ഏജിന്റെ പ്രസൻസ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് കണ്ടത് മക്കളെ? രാജസ്ഥാൻ, മധ്യപ്രദേശ്,
പിന്നെ മഹാരാഷ്ട്ര. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് ബ്രോൺസ് ഏജ്. എന്താണ് ബ്രോൺസ് ഏജ് എന്ന് പറയുമ്പോൾ? അപ്പോഴാണ് അർബണൈസേഷന്റെ തുടക്കം, ഹാരപ്പൻ സിവിലൈസേഷന്റെ തുടക്കം അല്ലെ? ബ്രോൺസ് ഏജ് ഇറ്റ് ഈസ് തേർഡ് വൺ. ബ്രോൺസ് ഏജ് ആണ്, വെങ്കല യുഗം അല്ലെ? ബ്രോൺസ് ഏജ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? അവിടെ അതിന്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സിവിലൈസേഷൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? അതിന്റെ പേരെന്തായിരുന്നു മക്കൾ പറഞ്ഞേ? വെങ്കല യുഗം. ആ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്ത സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ. പിന്നെ ആ ഒരു ടൈമിലാണ് അർബണൈസേഷൻ വന്നത്, നാഗരികതയുടെ മുന്നേറ്റം അല്ലേ? ഈ ഒരു ടൈമിലാണ് സിറ്റീസ് ആയിട്ടുള്ള ഹാരപ്പ, ലോഥൽ, മോഹൻസിദാരോ എന്ന് പറയുന്ന സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വന്നതും അല്ലെ? ഹാരപ്പ, ലോഥൽ cities developed അല്ലെ? ഈ ഒരു ടൈമിലാണ്, ബ്രോൺസ് ഏജ് ടൈമിലാണ്, വെങ്കല യുഗത്തെ ടൈമിലാണ് ഹാരപ്പൻ സംസ്കാരം, അതുപോലെ തന്നെ ഹാരപ്പൻ സിറ്റീസ് ആയിട്ടുള്ള ഹാരപ്പ, ലോഥൽ, മോഹൻസിദാരോ ഡെവലപ്പ് ചെയ്തത് അല്ലെ? അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം, പബ്ലിക് ഫെസിലിറ്റീസ്, ബിസി ലൈഫ് ഒക്കെ ലെഡ് ചെയ്ത ഒരു പീരീഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു വെങ്കല യുഗത്തിലാണ്. ഓക്കെ, അപ്പോൾ മെറ്റൽ ഏജ് എന്ന് പറയുമ്പോൾ കോപ്പറാണ് ഫസ്റ്റ് യൂസ് ചെയ്തത്, ചെമ്പാണ്, പ്രകൃതിദത്തമായ ചെമ്പാണ് ആദ്യമായി മനുഷ്യൻ യൂസ് ചെയ്ത ലോഹം എന്ന് പറയുന്നത്. അത് കാതലഹയോ, കൊയോനു ആൻഡ് അലി കോഷ് എന്ന് പറയുന്ന കേവ് സെന്ററിലാണ് കാണപ്പെട്ടത് കോപ്പർ. പിന്നെ കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, താമ്രശിലായുഗം. കോപ്പറും സ്റ്റോൺ ടൂൾസും ഒരേ രീതിയിൽ യൂസ് ചെയ്ത ഏജ് ആണ്. അത് കാണപ്പെട്ടത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് ഇതിന്റെ പ്രസൻസ് കാണപ്പെട്ടത്. പിന്നെ ലാസ്റ്റ് വൺ ബ്രോൺസ് ഏജ്, വെങ്കല യുഗം എന്നത് രൂപപ്പെട്ടത് ഒരു സംസ്കാരത്തിന്റെ രൂപം കൊണ്ട ഒരു ഏജ് ആണ്, കാലഘട്ടമാണ് ബ്രോൺസ് ഏജ്. അപ്പോ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് ആ ഒരു സംസ്കാരം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെ മാറ്റം? ഗ്രേറ്റ് ബാത്ത്, ഡ്രെയിനേജ് സിസ്റ്റം, പബ്ലിക് ഫെസിലിറ്റീസ്, വൈഡ് സ്ട്രീറ്റ് ഒക്കെ ഇവോൾവ് ചെയ്ത പീരീഡും കൂടെയാണ് ഏത് മക്കളെ? ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് അല്ലെ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇനി വേദിക് ഏജസിനെ കുറിച്ചും അതിന്റെ ഏർലി വേദിക് ഏജും അതുപോലെ തന്നെ ലേറ്റർ വേദിക് ഏജസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേദിക് ഏജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.